കാർഷിക വാർത്തകൾ. ഭക്ഷ്യധാന്യ സംഭരണത്തിനും വിതരണത്തിനുമായി 50,000 കോടി രൂപ വായ്പയെടുക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ മെയ് 22-ന് ആരംഭിക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണവും വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 3 മാസത്തെ കാലാവധിയിലേക്കാണ് തുക സമാഹരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി 25,000 കോടി രൂപ കൂടി അധികമായി സമാഹരിക്കാൻ വ്യവസ്ഥയുണ്ട്. വായ്പയുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ മെയ് 22-ന് ആരംഭിക്കും. FCIയുടെ പ്രവർത്തനാവശ്യങ്ങൾക്കനുസരിച്ച് ഗഡുക്കളായാകും തുക സമാഹരിക്കുക. പൂർണ്ണമായും ഈടുരഹിത വ്യവസ്ഥയിലാണ് വായ്പ ലഭ്യമാക്കുന്നത്. FCIയുടെ ഭക്ഷ്യ ക്രെഡിറ്റിനായി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള 6,000 കോടി രൂപയുടെ ഗ്യാരണ്ടി ഈ വായ്പയ്ക്ക് ബാധകമായിരിക്കില്ല. റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കും ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നിലവിൽ ഗോതമ്പ് സംഭരണ സീസൺ സജീവമായി പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആവശ്യക്കാർ വർദ്ധിക്കുമ്പോഴും കുരുമുളക് വിപണിയിൽ എത്തുന്നില്ല എന്ന് പരാതി. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ കുരുമുളക് സ്റ്റോക്ക് ചെയ്യുന്നതാണ് കാരണം. കേരളത്തിന് പുറത്ത് കുരുമുളകിന് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ ആവശ്യത്തിനനുസരിച്ച് ചരക്ക് വിപണിയിലെത്തുന്നില്ലെന്ന് വ്യാപാരികൾ. കുരുമുളകിന് ഇനിയും വില ഉയരാമെന്ന പ്രതീക്ഷയിൽ വൻകിട കർഷകരും തോട്ടങ്ങളും കുരുമുളക് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇതിന് കാരണം. ഇത് ഉത്തരേന്ത്യൻ വ്യാപാരികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പ്രധാന കുരുമുളക് കൃഷി മേഖലകളിൽ മൂത്ത് വിളഞ്ഞ കുരുമുളക് മണികൾ വിളവെടുത്ത് ഉണക്കി സ്റ്റോക്ക് ചെയ്യുകയാണ് കർഷകർ. ഇന്ന് കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 706 രൂപയിലും ക്വിൻ്റലിന് 70,600 രൂപയിലുമാണ് വ്യാപാരം. ഗാർബിൾഡ് കുരുമുളക് കിലോ 726 രൂപയും ക്വിൻ്റൽ 72,600 രൂപയുമാണ്. രാജ്യാന്തര മാർക്കറ്റിൽ മലബാർ മുളക് വില ടണ്ണിന് $7,700. വരും ദിവസങ്ങളിലും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായ പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീം ആരംഭിച്ചു. 9 ജില്ലകളിലുള്ളവർക്ക് ഇതിനായി അപേക്ഷിക്കാം. കൃഷി വകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമാണ് പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീം. കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമാണിത്. ചെറുകിട കർഷകരെ ഒരുമിപ്പിക്കുന്ന ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളെയും കാർഷികോൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങാൻ തയ്യാറുള്ള ദേശീയ അന്തർദേശീയ ബിസിനസ് പങ്കാളികളെയും കോർത്തിണക്കി വിപുലമായ സുസ്ഥിര വിപണി ഒരുക്കുകയാണ് പ്രൊഡക്റ്റീവ് അലയൻസ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിലെ വിളകൾ രാജ്യാന്തര വിപണിയിൽ എത്തിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിന് തുടക്കമിട്ടിരുന്നു. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനായുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷിക ഉൽപാദന കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി നൽകും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായി ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ലഭ്യമാക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയ്ക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ളതുമായ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.